ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബ്ലെസ്സി മറിയം റജി. ഞാൻ ആനിക്കാട് സെന്റ് തോമസ് മാർത്തോമ ഇടവകാംഗമാണ്. ഇപ്രകാരം അവസരം തന്ന CSSM പ്രവർത്തകരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതിസ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 13-14 വാക്യങ്ങൾ. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമീൻ. ഒരു അടിമവർഗം ശ്രവിക്കുവാൻ കാതോർത്തിരിക്കുന്ന പ്രത്യാശാ നിർഭരമായ സുന്ദര പദമാണ് പുറപ്പാട്. മനസ്സിൽ സദാ താലോലിക്കുന്ന ഇഷ്ടഗാനം, ജീവിതഗാഥയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള മധുരശ്രുതിയാണ് പുറപ്പാടിൻ്റെ ഓർമ്മകൾ. പെസഹ ആചരണത്തിലൂടെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി, അടിമത്വം. ഇസ്രായേൽ മക്കൾ 400 വർഷം ഈജിപ്തിൽ അടിമകളായിരുന്നു. യാക്കോബിന്റെ സന്തതി പരമ്പരകൾ ജോസഫിന്റെ അധികാര സമയത്ത് ക്ഷാമത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഇവിടെ എത്തപ്പെടുന്നു. ഇടയവർഗം ഇഷ്ടിക നിർമ്മാണത്തിലും കഠിനമായ പാണ്ഡികശാല നിർമ്മാണത്തിലുമായി മുൻപോട്ട് പോയി. ഇസ്രായേൽ മക്കൾ 70 പേർ വർദ്ധിച്ച് 20 ലക്ഷമായി മാറി. ഭരണം മാറിയപ്പോൾ ലാളനയേറ്റവർ അടികൊള്ളുന്ന അടിമകളായി മാറി. ഫറവോ രാജാവ് അവരെ കഠിനമായി അടിമവേല ചെയ്യിച്ചു. ജനം വിടുതലിനായി ദൈവത്തോട് നിലവിളിച്ചു. അടിമവേല നിമിത്തമുള്ള കരച്ചിലിന്റെ ശബ്ദം കേട്ട് മോശ എന്ന നേതാവിലൂടെ അവരെ വിടുവിക്കുന്നു. ഇന്ന് നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ ആധുനിക ലോകത്ത് നാം പലതിനും അടിമകളാണ്. പണം, അധികാരം, മൊബൈൽ, ആധുനിക മാധ്യമങ്ങൾ, മദ്യം, മയക്കുമരുന്ന് മുതലായവയിൽ നിന്ന് വിടുതൽ ആവശ്യമാണ്. രണ്ടാമതായി, സഭ വിമോചനത്തിൻ്റെ കേന്ദ്രബിന്ദു ആവേണം. മോശയുടെ സ്ഥാനത്താണ് സഭ. ആത്മീക നേതൃത്വം തലമുറകൾക്ക് ദർശനം നൽകണം. ഹോരേബിൻ്റെ ദർശനം അഥവാ മോശയുടെ ദർശനം അത് വിടുതലിൻ്റെ ദർശനമാണ്. മൂന്നാമതായി, നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് യാത്ര ചെയ്യണം. കനാൻ അതൊരു ലക്ഷ്യമാണ്, ഒരു പ്രത്യാശയാണ്. ഈ ജീവിതയാത്രയിൽ നിരാശപ്പെട്ട് കഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടാവണം. അതിനായി ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.